ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇൻഫോ ബൈ ഇർഫാൻ. ഇന്നത്തെ വീഡിയോ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. നമ്മളിന്നൊരു യാത്ര പോവുകയാണ്, ഒരു കുഞ്ഞു ട്രാവൽ വ്ലോഗ്. എങ്ങോട്ടാണെന്നല്ലേ? നമുക്ക് ഒരുമിച്ച് പോകാം. പാക്കിംഗ് ഒക്കെ തലേദിവസം തന്നെ സെറ്റാക്കി വെച്ചിരുന്നു. രാവിലെ എൻ്റെ അളിയനും അളിയൻ്റെ കുഞ്ഞു ശിഷ്യന്മാരും കൂടെ ബാഗുകളെല്ലാം എടുത്ത് കാറിലേക്ക് വെച്ചു. അങ്ങനെ എല്ലാം റെഡിയാക്കി ഞങ്ങൾ യാത്ര തിരിച്ചു. യാത്ര തിരിക്കും മുൻപ് വീട്ടിൽ വെച്ച് ചെറിയൊരു പ്രാർത്ഥന, അതിനുശേഷം നേരെ വടുതല കാട്ടുപുറം പള്ളിയിലേക്ക്. അവിടെയും കയറി പടച്ചവനോട് പ്രാർത്ഥിച്ച് മനസ്സിൽ നല്ലൊരു നിയത്തുമായി ഞങ്ങൾ വണ്ടിയെടുത്തു. നേരെ എറണാകുളം ലക്ഷ്യമാക്കി വിട്ടു. അരൂരിൽ നല്ല ബ്ലോക്ക് പ്രതീക്ഷിച്ചാണ് നേരത്തെ ഇറങ്ങിയത്. പക്ഷേ പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് വഴിയിൽ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. പിന്നെ അരൂരും വൈറ്റിലയും ഇടപ്പള്ളിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ അത്താണിയിലേക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന്? അങ്ങനെ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി. എയർപോർട്ട് എപ്പോഴും ഒരു വികാരങ്ങളുടെ ലോകമാണല്ലോ. ജോലി തേടി പോകുന്നവരും പ്രിയപ്പെട്ടവരെ പിരിയുന്നതിൻ്റെ സങ്കടം ഉള്ളവരും പുതിയ സ്വപ്നങ്ങളുമായി പറക്കുന്നവരും ഒക്കെയായി പലതരം കാഴ്ചകൾ. സങ്കടവും സന്തോഷവും പ്രതീക്ഷയും എല്ലാം കൂടിക്കലർന്ന ഒരു വല്ലാത്ത അന്തരീക്ഷം. പക്ഷേ ആ തിരക്കിനിടയിലും ഞങ്ങൾക്കുള്ളത് വലിയൊരു സന്തോഷമാണ്. കാരണം എൻ്റെ അനിയത്തി ഇർഫാന ഇന്ന് പരിശുദ്ധ ഉംറയ്ക്ക് പോവുകയാണ്. ഹജ്ജ് ഉംറ സർവീസുകളിൽ ഏറ്റവും മികച്ച അൽഹിന്ദ് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് അവളുടെ യാത്ര. ഗ്രൂപ്പ് അമീറായ ഉസ്താദിൻ്റെ ക്ലാസും പ്രാർത്ഥനയും കഴിഞ്ഞ് എല്ലാവരും വരിവരിയായി എയർപോർട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ ഹജ്ജിനും ഉംറയ്ക്കും പോകുവാനും സിയാറത്തിനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. അങ്ങനെ അവരെ യാത്രയാക്കി തിരികെ പോരുന്ന വഴിയിൽ അത്താണിയിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ഇനി ജനുവരി 5-ന് ഉംറയൊക്കെ കഴിഞ്ഞ് അവൾ തിരിച്ചു വരുന്നതും കാത്തുള്ള ഇരിപ്പാണ്. ഇൻഷാ അല്ലാഹ് ആ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.